ജ്വല്ലറി ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത്? തീർച്ചയായിട്ടും ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ്സിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ശരിയായ രീതിയിൽ പാക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഏത് ഏജൻസി വഴി അയച്ചാലും പലപ്പോഴും ആ ഒരു ഏജൻസി ശരിയായ രീതിയിൽ നമ്മുടെ ജ്വല്ലറി ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട്, അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ ഒരു പാക്കറ്റ് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും ഡാമേജ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ പാക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡാമേജ് ഉണ്ടാകുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ജ്വല്ലറി ബിസിനസിന്റെ ട്രെയിനിങ്ങിനകത്ത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഇത് പാക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഒരു ഡെമോയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ലൈവ് സെക്ഷനും റെക്കോർഡ് സെക്ഷനകത്തും ഉണ്ട്, റെക്കോർഡ് സെക്ഷനകത്തും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് സേഫ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മളുടെ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്.